ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർണായക ബില്ല് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു കാരണവശാലും പരാജയപ്പെട്ടുകൂടാ എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിനു വേണ്ടിയുള്ള ഭൂരിപക്ഷമൊന്നും എൻ ഡി എയുടെ കയ്യിൽ പോലും ഇല്ല. കേവല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് തപ്പിത്തടഞ്ഞ് ഭരണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല, എന്നാൽ എൻ ഡി എക്ക് ഉണ്ട് താനും. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മന്ത്രിസഭ വീഴാം. മനസ്സിലാക്കി തന്നെയാണ് പോകുന്നതെങ്കിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം നിലവിൽ വന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ബി ജെ പിയും ബി ജെ പി സംഘത്തിലുള്ളവരായിരിക്കും. കാരണം തിരഞ്ഞെടുപ്പുകളുടെ അട്ടിമറിയുടെ മഹാമഹമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയാണ്. ഈ അടുത്ത് വലിയ തോതിലുള്ള ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുമേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഇന്ത്യ മുന്നണി തയ്യാറായതും അവർ പരാതി ഹർജി രൂപേണ നൽകിയതും. അതിനെക്കുറിച്ചും ഇപ്പോഴും ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും എന്ന് പറയുമ്പോഴും അതിൽ ഉറപ്പൊന്നും പറയാൻ സുപ്രീം കോടതി ഇപ്പോഴും തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം പ്രസക്തമാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിൽ നടക്കുന്ന ഡിബേറ്റ് ചൂടുപിടിക്കുകയാണ്. ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നിരവധി വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് ഏറ്റവും ഉശിരോടെ സംസാരിക്കുന്ന കാലഘട്ടം ഇത് തന്നെയാണ് എന്നുറപ്പിക്കാൻ കഴിയും. അത്ര ശക്തമായൊരു പ്രതിപക്ഷ നേതൃത്വത്തെയാണ് അദ്ദേഹം ലോക്സഭയിൽ പ്രതിദാനം ചെയ്യുന്നത്. നിസാരവൽക്കരിക്കാൻ സ്പീക്കർ ഓം ബിർള പരമാവധി ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല, ഒത്തുവരുന്നില്ല. മാത്രമല്ല രാജ്യസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദീപ് ധൻഖർ വാസ്തവത്തിൽ മടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, തന്റെ കസേര ഇളകും എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രതിപക്ഷ അംഗങ്ങളോട് സഭ്യമായി പെരുമാറാൻ ജഗദീപ് ധൻഖർ എന്നാണ് പഠിക്കുക എന്ന് എം പിമാർ ചോദിക്കുന്നതോടുകൂടി ആകെ വെട്ടിലായിരിക്കുന്നു. രാജ്യസഭ ധൻഖറുടെ സ്വത്തല്ലെന്നും ബി ജെ പിക്കാരനെ പോലെ ധൻഖർ പെരുമാറുമ്പോൾ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നും പറഞ്ഞ് എം പിമാർ നടുത്തളത്തിൽ ഇറങ്ങുമ്പോൾ ധൻഖർ പെട്ടിരിക്കുകയാണ്. അങ്ങനെ ലോക്സഭയും രാജ്യസഭയും ചർച്ചകളൊന്നും നടക്കാതെ ഓരോ ദിവസം ഗതികേടിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ബില്ല് അവതരണം, ഈ ബില്ല് പാസാക്കൽ ഒന്നും നടക്കില്ല എന്ന് വ്യക്തമാണ്. എന്നാൽ അതിനെ ഓർഡിനൻസായി അവതരിപ്പിച്ച് കൊണ്ടുവരാം എന്ന പുതിയ ട്രിക്കാണ് ബി ജെ പി അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതും വെള്ളത്തിൽ വരച്ച വരയായി മാറും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്.